CPM-ൽ ഒരു തലമുറ കൈമാറ്റം ഉണ്ടായിരിക്കുന്നു. ആ തലമുറ കൈമാറ്റത്തിൻ്റെ അപ്പോസ്തലനായി മാറുന്നത് MA ബേബിയാണ്. ബേബി ഇപ്പോൾ ചില്ലറ നേതാവൊന്നുമല്ല, CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി ബേബിയെ തിരഞ്ഞെടുക്കുമ്പോൾ മുതിർന്ന നേതാക്കളായ അശോക് ദാവളയെ പോലെയുള്ളവർ എതിർത്തിരുന്നു. പക്ഷേ ആ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ട് ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി മാറി. ഇതോടുകൂടി ആപ്പ് വീണിരിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ സഖാവിനാണ്. പിണറായി വിജയനാണ് കുറേ കാലമായി CPM-നെ നിയന്ത്രിക്കുന്നത്. CPM-നെ ശക്തമായി നിയന്ത്രിക്കുന്ന അതിശക്തമായ ഘടകമായി പിണറായി വിജയൻ വളർന്നു. പിണറായിക്കപ്പുറം മറുവാക്കില്ല എന്ന രീതിയിലേക്ക് CPM-ഉം പോയി. പക്ഷേ ഇപ്പോൾ എല്ലാം കീഴ്മേൽ മറിയുകയാണ്. MA ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പിടിമുറുക്കിയിരിക്കുന്നു കേരളത്തിൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ശ്രീമതി ടീച്ചറുമായി ബന്ധപ്പെട്ട വിവാദമാണ്. ശ്രീമതി ടീച്ചർക്ക് പ്രായത്തിൻ്റെ പരിധി കവിഞ്ഞതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു. പൊതുനിരത്തിൽ ശ്രീമതി ടീച്ചറൊക്കെ നിഷേധിച്ചുവെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന വിവരം. അതോടുകൂടി ശ്രീമതി ടീച്ചർ അവിടെയുമില്ല ഇവിടെയില്ലാതായി മാറി. ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് അവരുടെ പ്രവർത്തന മണ്ഡലം ഡൽഹിയാണ് എന്നായിരുന്നു പിണറായി വിജയൻ്റെ കണ്ടെത്തൽ. അത് അതേപടി സാധൂകരിച്ചുകൊണ്ട് പിണറായിയുടെ വലങ്കൈയായ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും വന്നു. MV ഗോവിന്ദൻ മാസ്റ്റർക്ക് ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വന്നത് വലിയ വിവാദമായി മാറി. പക്ഷെ അവിടെ MA ബേബി ആകെ MA ബേബി ഇറങ്ങി കളിച്ചിരിക്കുന്നു. ശ്രീമതി ടീച്ചർക്ക് കേരളത്തിലുള്ളപ്പോഴൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാം, അതിന് വേറൊരു തടസ്സവുമില്ല എന്നാണ് MA ബേബി പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി MA ബേബി പിണറായിക്ക് കൊടുക്കുന്ന സൂചന ശക്തമാണ്. നിങ്ങളല്ല ഏകാധിപതി, നിങ്ങളല്ല പാർട്ടി, നിങ്ങൾ പാർട്ടിയുടെ മുഖ്യമന്ത്രി മാത്രമാണ്. ഇതാണ് MA ബേബി കൊടുത്തിരിക്കുന്ന ശക്തമായ നിർദ്ദേശം. MA ബേബിയെ നാട് കടത്തിയിരുന്നു പണ്ട് പിണറായി. MA ബേബി മുമ്പ് ലോക്സഭാ ഇലക്ഷനിൽ നിന്നപ്പോൾ MA ബേബിയെ തകർത്ത് തരിപ്പണമാക്കിയത് മറ്റൊന്നുമല്ല, പിണറായിയുടെ പരനാറി പ്രയോഗമാണ്. പ്രേമേന്ദ്രനെതിരായിട്ടുള്ള പരനാറി പ്രയോഗം. എങ്ങനെയാണ് അങ്ങനൊരു പ്രയോഗം നടത്തേണ്ടി വന്നത് എന്നുള്ളതിൻ്റെ സാധൂകരിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല. ബേബി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. എന്തായാലും അതേ ബേബി തന്നെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. പൂർവാധികം കരുത്തനായി അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ പിണറായി വിജയൻ ആകെ മൊത്തം അങ്കലാപ്പിലാണ്. ഇതുവരെ കേരളത്തിലെ പാർട്ടിയെ കക്ഷത്തിലൊതുക്കി നടക്കുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. കേരളത്തിലെ പാർട്ടിയിലെ കിടിഞ്ഞം അംഗങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിയുടെ വീര്യമേറിയ അംഗങ്ങൾ ഒക്കെ പിണറായിക്ക് പിന്നിൽ അണിനിരന്നു. പക്ഷേ ഇപ്പോൾ കളി മാറുകയാണ് എന്നത് വ്യക്തം. ശ്രീമതി ടീച്ചറുടെ വിഷയത്തിൽ ബേബി എടുത്ത നിലപാട് സംസ്ഥാന കമ്മിറ്റി എടുത്ത നിലപാടിന് വിരുദ്ധമാണ്. ശ്രീമതി ടീച്ചറെ പണ്ടേ പിണറായിക്ക് കണ്ടുകൂടാ. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാലത്ത് ശ്രീമതി ടീച്ചർ VS അച്യുതാനന്ദൻ്റെ അടുത്ത ഭക്തയായിരുന്നു, അടുപ്പക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീമതി ടീച്ചറെ ഒരു മുന്നിൽ ഒരിക്കൽ കൂടി മുന്നിലോട്ട് കൊണ്ടുവരാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെയാണ് ബേബി ഇറങ്ങി കളിച്ചിരിക്കുന്നത്. ബേബിയുടെ കളി ഒന്നൊന്നര കളിയായി മാറിയിരിക്കുന്നു. പിണറായിയെ ചുരുട്ടി കൂട്ടിയിരിക്കുന്നു ബേബി. പറഞ്ഞത് അവർക്ക്, അതായത് ശ്രീമതി ടീച്ചർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അവർ കേരളത്തിലുള്ളപ്പോഴൊക്കെ പങ്കെടുക്കും. ശ്രീമതി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിജയമാണ് എന്നതും ശ്രദ്ധേയം. കാരണം അവർക്കിപ്പോൾ ഒരു രക്തസാക്ഷിയുടെ പരിവേഷമാണ് കിട്ടിയിരിക്കുന്നത്. ശ്രീമതി ടീച്ചർ വളരെ എനർജറ്റിക്കായ നേതാവാണ്. വളരെ എനർജറ്റിക്കായി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാവാണ്. അവർക്ക് അവരുടേതായ ശക്തമായ അടിത്തറയും ഉണ്ട്.
ഈ സാഹചര്യത്തിലാണ് ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ക്ഷണിതാവായി എത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ശ്രീമതി ടീച്ചറെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. അതിന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ പ്രായമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിൽ പിണറായിക്ക് എത്ര വയസ്സായി? അങ്ങനൊരു ചോദ്യം അവശേഷിക്കുന്നു. പഴയകാലത്തെ ഒരു ഫ്യൂഡൽ കമ്മ്യൂണിസമെന്നും അല്ലെങ്കിൽ ഫ്യൂഡൽ കമ്മ്യൂണിസ്റ്റ് രീതിയൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ വിലപ്പോകില്ല. കാലം മാറിയിരിക്കുന്നു, കാലം മാറി മറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെയൊന്നും ഒരാളെ ചവിട്ടിക്കൂട്ടിയെടുത്ത് വെളിയിൽ കളയാനൊന്നും പറ്റില്ല. കണ്ണും കാതും തുറന്നിരിപ്പുണ്ട് സോഷ്യൽ മീഡിയ. കണ്ണും കാതും തുറന്ന് വെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ. ദേശാഭിമാനി പത്രത്തിന് അപ്പുറമായ കണ്ണും കാതുമാണ് സോഷ്യൽ മീഡിയ തുറന്ന് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തവണ ബേബി കയറി മേഞ്ഞിരിക്കുന്നു. എം.എ. ബേബിയുടെ ആ മേയൽ ശ്രദ്ധേയം കൂടിയാണ്. കാരണം പിണറായി വിജയൻ എന്ന നേതാവിനെ തനിക്ക് വലിയ വിലയൊന്നുമില്ല. തനിക്ക് അദ്ദേഹത്തിനോട് താല്പര്യവുമില്ല. തൻ്റെ താല്പര്യം പാർട്ടിയാണ്. തൻ്റെ അമ്മ പാർട്ടിയാണ്. അതാണ് എം.എ. ബേബി സഖാവ് പറഞ്ഞിരിക്കുന്നത്. CPM-ൽ BS-ഉം പിണറായിയും തമ്മിലുള്ള ഗ്രൂപ്പ് പോര് വളരെ ശ്രദ്ധേയമായിരുന്നു. ഇരുവരും ഓതിരം കടകം പറഞ്ഞു വെട്ടി. ജയിച്ചത് പിണറായി, തോറ്റത് BS. പക്ഷേ എം.എ. ബേബി അങ്ങനെയല്ല. എം.എ. ബേബി CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. CPM-ൻ്റെ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് ചൊറിയാൻ ചെന്നാൽ കൃത്യമായി പണി കിട്ടും എന്നുള്ള സൂചനയാണ് ശ്രീമതി ടീച്ചറുടെ വിഷയത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്നത്. ശ്രീമതി ടീച്ചറെ താൻ നോക്കിക്കൊള്ളാം, പിണറായി നോക്കണ്ട എന്നുള്ള രീതിയിലുള്ള അവസ്ഥയിലേക്ക് എം.എ. ബേബി എത്തിയിരിക്കുന്നു. എം.എ. ബേബിയുടെ ശക്തമായ തീരുമാനങ്ങളാണ് ഇപ്പോൾ നടപ്പാകുന്നത്. എം.എ. ബേബി പിടിമുറുക്കിയിരിക്കുന്നു ഇന്ത്യയിലെ CPM-ൽ, പ്രത്യേകിച്ചും കേരളത്തിലെ CPM-ൽ. എം.എ. ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ പലരും പ്രതീക്ഷിച്ചത് അദ്ദേഹം ഒരു അപ്പാവിയായി മാറി പിണറായിയുടെ പിണറായിയുടെ ചൊൽപ്പടിക്ക് ദാസനായി മാറി ഒക്കെ നിൽക്കുമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ നിൽക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് എം.എ. ബേബി ശ്രീമതി ടീച്ചറുടെ വിഷയത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. ശ്രീമതി ടീച്ചറെ സംരക്ഷിച്ചുകൊണ്ട് എം.എ. ബേബി രംഗത്ത് വന്നത് വലിയ വാർത്തയായി മാറിയിരിക്കുന്നു. പിണറായി വിജയൻ പറയുന്നതായിരിക്കില്ല ഇനി അങ്ങോട്ട് കേരളത്തിൻ്റെ CPM-ൻ്റെ ഗതിവിഗതികൾ. അത് ഉറപ്പായിരിക്കുന്നു. പിണറായി വിജയന് അത്തരം ഗതിവിഗതികളെ നിയന്ത്രിക്കാനുള്ള സാഹചര്യവും ഇല്ല എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. എന്തായാലും എം.എ. ബേബി മാസല്ല മരണമാസമായി മാറിയിരിക്കുകയാണ്. പിണറായിയുടെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കണ്ട എന്ന പിണറായിയുടെ ആജ്ഞയെ ധിക്കരിച്ചുകൊണ്ട് എം.എ. ബേബി ശ്രീമതി ടീച്ചർക്ക് പിന്തുണ നൽകുമ്പോൾ CPM വീണ്ടും കലുഷിതമാവുകയാണ്.